നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീയമായ നന്ദി. ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. നിങ്ങളുടെ എൻ്റെ വീഡിയോ കാണുന്നതിന് വളരെ നന്ദി. എൻ്റെ വീഡിയോയിൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ കുറച്ച് മെനക്കെടാനും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു ചെടിയെ കുറിച്ച് ഇത് വീഡിയോ ഇട്ടിരുന്നു, ഒരു ചെടി ഇട്ടിരുന്നു. ആ ചെടിയുടെ എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും അവങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ശരി തന്നെ, അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്ക് പവർ ഉണ്ടാവില്ല. അത് വേറൊരു സത്യമാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ചെടി പിന്നെ നമ്മൾ തന്നെ ഏലസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ചെടി കൊടുക്കാൻ പറഞ്ഞാൽ ചെടി ഇല്ല, നമുക്ക് എന്നാ ചെടി സപ്ലൈ ഇല്ല. ഞാൻ കച്ചവടക്കാരനല്ല ശരിക്കും പറഞ്ഞാൽ. നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് കൊണ്ട് ഏലസായിട്ട് ചെയ്തു. ഏലസിൻ്റെ ഇത് പിന്നെ അടച്ചു തരാം. ഏലസിന് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. നിങ്ങൾ ഏലസിൽ 3 ഏലസുണ്ട് ശരിക്കും പറഞ്ഞാൽ. വെള്ളി, സ്വർണ്ണം, തങ്കം, പിന്നെ പഞ്ചലോകം. ഇത് 3 ഏലസ്. 3 ഏലസൊക്കെ 3 പവർ இருக்குது. പവറുണ്ട്. 3 ഏലസിന് 3 പവർ തന്നെയാണ്. അത് പ്രത്യേകത ഒന്നുമില്ല. നല്ല രീതിയിൽ പവറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വെള്ളിയെ അനുസരിച്ച് പവർ ചെയ്യും, സ്വർണ്ണത്തിനനുസരിച്ച് പവർ ചെയ്യും. പവർ ഇത് തങ്കം, സ്വർണ്ണം എന്ന് പറഞ്ഞാൽ തങ്കമാണല്ലോ. പിന്നെ എന്നും നമ്മൾ ഏലസ് വാങ്ങിച്ചു കൊണ്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് എൻ്റെ നന്മയ്ക്കല്ല ഞാൻ ഇത് പറയുന്നത്. കാര്യം എനിക്ക് ഏത് ഏലസിൽ അടച്ചാലും ആ 2500 രൂപയെ ഞാൻ ഫീസ് വാങ്ങുകയുള്ളൂ. ഈ ഫീസല്ല, ഇത് ഈ പൂജ കൂലി വാങ്ങിക്കുള്ളൂ. ഈ പൂജ ചാർജാണ് ഞാൻ ഇപ്പോൾ വാങ്ങുന്നത്. വേറെ ഒന്നും ഞാൻ വാങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പിന്നെ വെള്ളിയാഴ്ച 8 മണി മുതൽ 9 മണി വരെ ഇരിക്കുള്ളൂ. ആ സമയത്തിനകത്ത് വന്നാലേ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്, ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഈ വൈദ്യശാലയുടെ അഡ്രസ്സാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾ വീട്ടിലാണ് വരേണ്ടത്. ഇവിടെ വെള്ളൂർകുണത്ത് വന്നതിന് ശേഷം വൈദ്യരെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ വന്നാൽ മതി. വീട്ടിലാണ്. അത് കുറച്ച് കയറി വരണം. ഒരു 70 ചില്ലറ പടി കയറണം എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ. അതൊക്കെ കയറാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ വരാവൂ. അതൊരു പ്രത്യേകതയാണ്. ഞാൻ എൻ്റെ വീട് ഒരു കാട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കേട്ടോ. ഇത് നാട് പ്രദേശം ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് അത്രയും ഹാരേഞ്ച് കയറാൻ കഴിയുന്നവർ വരിക, വാങ്ങിക്കഴിയുമ്പോൾ. അല്ലെ വരാതെ പിന്നെ കയറാൻ കഴിയാത്തവർ വന്നാൽ പാവം നിങ്ങൾ എന്നെ കാണില്ല. ഞാൻ ആ സമയത്ത് വേറെ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കും, ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. എല്ലാവരും കോൾ വിളിക്കരുത് ദയവ് ചെയ്ത്. വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അറിയിച്ചിട്ട് വരിക. ഞാൻ പറയുമ്പോൾ ഏലസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക. നിങ്ങളിപ്പോൾ നമ്മൾ മലയാളിലല്ലേ, ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിച്ചാൽ മതിയാവും. തിരുവനന്തപുരത്തിലൊക്കെ ഈ കയറാതെ ഏലസ് കൂടുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരുക്കുന്നതൊന്നും വാങ്ങിച്ചു കളയരുത്. 2 ഏലസ് നമ്മൾ കയറ്റി ഇറക്കിയുള്ളൂ, പണ്ടത്തെ മോഡൽ. അത് മാത്രമേ വാങ്ങിക്കാവൂ. അത് ഈ നമ്മൾ ഏലസ് വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വാങ്ങണം. എന്തെന്നറിയാമോ, ഈ ഏലസിൻ്റെ അകത്ത് നമ്മൾ ഈ അടച്ചു കഴിഞ്ഞാൽ വെള്ളം കയറാൻ പാടില്ല. നമ്മൾ കുളിക്കുമ്പോൾ വെള്ളം കയറാൻ പാടില്ല. നമ്മൾ ഏലസിട്ട് കൊണ്ട് കുളിക്കണമല്ലോ, അത് സാധാരണ നമ്മൾ കുളിക്കുമല്ലോ. അപ്പോൾ ഈ കുളിച്ചാലും വെള്ളം കയറാൻ പാടില്ല. ആ രീതിയിലുള്ള ഏലസ് അടച്ചു വയ്ക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഏലസാണ് നമ്മൾ വാങ്ങേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ എന്താണ്ട ഇതാണ് അതിൻ്റെ ഏലസിൻ്റെ മോഡൽ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതായിരിക്കണം. ഇതാണ് ഏലസിൻ്റെ മോഡൽ. ഈ മോഡൽ ഏലസ് നിങ്ങൾ വാങ്ങണം. ഇത് 2 ഏലസ് ഒരുമിച്ച് പുറത്ത് വെച്ചിരിക്കുകയാണ്. 2 ഏലസായിട്ടിരിക്കും. 2 കൂടാണ്. 2 കൂട് വന്നിട്ട് ഒന്നിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ അടച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും വെള്ളം കയറാതെ ഇരിക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെള്ളം കയറാൻ പാടില്ലല്ലോ. അപ്പോൾ വെള്ളം കയറാതെ ഇരിക്കണമെങ്കിൽ അത് കണക്ക് അടച്ചിടണം. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ഏലസ് നമ്മൾ അടയ്ക്കേണ്ടത് എന്തിനാണെന്നുള്ളത് പറഞ്ഞു തരാം. അതാണ് ഏറ്റവും വിശേഷം. ഇന്നത്തെ കാലത്ത് ഞാൻ കോടീശ്വരനാകണമെന്ന് പറഞ്ഞാൽ ഏലസിട്ടെന്ന് പറഞ്ഞ് കോടീശ്വരനാകാൻ പറ്റും. ഈ ഏലസിട്ട് കോടീശ്വരനാകില്ല നിങ്ങളാരും. ആകും, എന്നാൽ കോടീശ്വരനാകും നിങ്ങളുടെ സമയം കൊള്ളാമെങ്കിൽ. എന്നാൽ നിങ്ങളുടെ സമയത്തിൻ്റെ അനുസരിച്ചാണ് നിങ്ങളുടെ പ്രവൃത്തി. എന്നാൽ ഈ ഏലസ് ഇട്ട്
പണം മാത്രം കിട്ടണം എന്നുള്ള ഒരു ചിന്തയിൽ എൻ്റെ ഏലസ് വാങ്ങണ്ട, ഏലസ് വാങ്ങാൻ പറയണ്ട. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഏലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഏലസ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ഏലസ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അടുത്തവൻ എന്തെങ്കിലും ഏവൽ പില്ലി ശൂനിയ എന്തെങ്കിലും നമുക്ക് ദോഷം നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ല. അത് മാത്രമേ ഉള്ളൂ ഈ ഏലസിൻ്റെ ഒരു ഗുണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നും പറഞ്ഞ് ഞാനെനിക്ക് പണം കൊട്ടണം, ഞാൻ പിന്നെ അടുത്ത പിണങ്ങി പോയ ആൾ തിരിച്ചു വരണം, ഇതെല്ലാം ഈ ഏലസിൽ പണിയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഞാൻ കൊടുക്കുന്ന ഏലസ് ഒറ്റ എണ്ണമേ കൊടുക്കുള്ളൂ. അത് ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ. ആർക്കും എഴുതൽ ഞാൻ ചെയ്യില്ല. ഒന്ന് രണ്ടാമത് ഈ മയ്യ ഓട്ടം ഒന്നും നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകില്ല. അത് വേറൊരു സത്യം. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മൂലിക ഏലസ് ശക്തിയുണ്ട്. ഇതിനെല്ലാം നമ്മൾ പവർ നമ്മൾ ഇതിനെ പൂജ ചെയ്തെടുക്കുമ്പോൾ നല്ല ശക്തി ഉണ്ടാവും. ആ ശക്തി എന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, അതായത് നമ്മൾ കെടുക്കുന്നവന്മാർ ഒരു കാര്യമുണ്ട്, അവന്മാർ കെടുത്തുകൊണ്ടേയിരിക്കുള്ളൂ. എന്തെങ്കിലും ഒരു കുരുട്ട് പണി വെച്ചുകൊണ്ടേയിരിക്കുള്ളൂ. നമ്മൾ കണ്ട അത് അതിൽ നമ്മളെ കാണുമ്പോൾ നമ്മൾ അവർക്ക് ദോഷം ചെയ്യില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇത്തിരി അവരെക്കാട്ടിൽ ഇത്തിരി വളർന്നിട്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ചില ആൾക്കാർ അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അവർക്ക് ഈ മറ്റുള്ളവർ വളർന്നത് കണ്ടുകൂടാ, അവർ മാത്രമേ വളരാവൂ. ഈ നാട്ടിൽ അവർ അല്ലാതെ വേറെ ആരും വളരാൻ പാടില്ല, അവർ മാത്രമേ നന്നായിരിക്കാവൂ എന്നുള്ള ഒരു ചിന്ത ഉള്ളവർ കുറേ പേരുണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയാനില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇതിലെടുത്ത് കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും അവരെക്കാട്ടിലും ഒരുത്തൻ വളരാൻ പാടില്ല. ആ ഒരു ചിന്തയോടെ കൂടി വളർന്നവരാണ് 90% ആൾക്കാരും ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാതെ നമ്മൾ സത്യസന്ധമായിട്ട് വന്നാൽ നമ്മളെ വഴി നോക്കി നമ്മൾ പോകണം, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കൂടാ, നമ്മളെ കാര്യം നോക്കി പോവുക എന്നുള്ള ചിന്തിക്കുന്നവർ വളരെ കുറവാണെന്ന്. ഇവർക്കൊക്കെ ഇന്ന് എല്ലാവർക്കും ഈ പറഞ്ഞ കണക്കിന് ഇത് എല്ലാം അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിന്നെ എന്താ പറയുന്നത്, പൈസ ജോലി ചെയ്യാതെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ വായും വളർന്ന് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നവർ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്രമാത്രം കോടിയിൽ പിന്നെ ലോട്ടറി വിൽക്കുന്നു. ഈ ലോട്ടറി കംപ്ലീറ്റ് ആകുമ്പോൾ പൈസ ലോട്ടറി ഉണ്ടാക്കണവന്മാർ അടിച്ചുകൊണ്ട് പോകും. അടിക്കണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരല്ലേ അടിക്കുള്ളൂ. എനിക്ക് മനസ്സിലായില്ലേ? എത്രയോ പേരുടെ പൈസ പോകുന്നു. അത് കണക്കാണ്. അപ്പോൾ അത് നമ്മൾ അടുത്തവൻ്റെ പൈസ നമുക്ക് വേണമെന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും ഇതുപോലത്തെ ഏലസ് വാങ്ങരുത്. അതിനുള്ള ഏലസല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ തരണ ഏലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് പിന്നെ ഏവളോ പുല്ലിയോ സോനിയോ വച്ചാൽ ഏക്കാമായിരിക്കും, ഏക്കൂല. ഈ ഏലസ് നിങ്ങളെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പിലിദോഷം കൈവശദോഷം വശീയദോഷം എന്ത് പ്രശ്നം ഏത് രീതിയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഏക്കൂല, നമ്മളടുത്ത് ഏക്കൂല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഏക്കാതിരുന്നാൽ നമുക്ക് സുഖമാണല്ലോ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ? കാര്യം നമ്മൾ അടുത്തവരെ കിടക്കാൻ പോകില്ല, പക്ഷെ നമ്മളെ വാഴ്ക്കയെ അവർക്ക് എടുത്തുകൊണ്ടിരിക്കും, നമ്മൾ ജീവിതത്തിന് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിനാണ് അവർ ഏവൽ പുല്ലിയൊക്കെ വയ്ക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുണ്ട്. ഇതിന് വേണ്ടി ചെയ്തു കൊടുക്കാനും കുറേ ആൾക്കാരുണ്ട്. കാരണം അവന്മാർക്ക് എങ്ങനെ നോക്കിയാലും അവന്മാർക്ക് പണമാണ് വേണ്ടത്. ഈ പണത്തിന് അത്യാഗ്രഹികൾ കുറച്ച് പേരുണ്ട്, അവരാണ് ഈ പണിക്ക് പോകുന്നത്. സാധാരണ നമ്മളെപ്പോലെ ഉള്ളവർക്ക് നമ്മൾ സത്യസിദ്ധമായിട്ട് ജീവിക്കാമെന്നുള്ള വിചാരിക്കുന്നവർ അവർ സ്വന്തമായിട്ട് ജീവിക്കുകയുള്ളൂ, അല്ലാതെ അവരൊന്നും ഈ പണിക്ക് ഇറങ്ങില്ല, നമ്മൾ അടുത്തവണ എടുക്കാനായിട്ട് ഇറങ്ങില്ല. ചില ആൾക്കാർക്ക് ഇതൊരു ഭാവി അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അത് 90% ആൾക്കാർ ഈ പറയുന്ന കണക്ക് സ്വന്തം സഹോദരൻ പോലും സ്വന്തം സഹോദരന്മാരിലെ പോലും ഒരാൾ നന്നായാൽ മറ്റുള്ളവർ കണ്ടുവിടാം എന്ന ആൾക്കാരും ഉണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചെമ്മനാ പറഞ്ഞത് തന്നെ, നമ്മൾ ചൊക്കൻ്റെ ബുദ്ധി പറഞ്ഞതാണ്. അതുകൊണ്ട് അപ്പം മറ്റുള്ളവരെ പറയുന്നത് പിന്നെ നമ്മളെ സ്വന്തം സഹോദരന്മാരിൽ പോലെ അസൂയുള്ളവരുണ്ട്, നല്ലവരുണ്ട്. നല്ലവരെ ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടോ.
അസൂയുള്ളവരുണ്ട്. അവർ എങ്ങനെയെങ്കിലും ഇവരെ ഈ ഈ ഈ ഈ നശിക്കുന്നവൻ്റെ സ്വത്തേ പിടുങ്ങുള്ളൂ, നന്നായിരിക്കുന്നവൻ നശിക്കുന്നവൻ്റെ സ്വത്തേ പിടുങ്ങുള്ളൂ, അല്ലാതെ ഈ നശിക്കുന്നവൻ നല്ലായിരിക്കുന്നവൻ്റെ സ്വത്ത് പിടുങ്ങാൻ പോകില്ല. ഈ ഇളയത് മൂത്തതിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ നല്ല രീതിയിലിരിക്കാനില്ലേ, ഈ നല്ല രീതിയിൽ ഇത്തിരി പണം ദോഷം എല്ലാം ഉള്ളവർ മാത്രമേ ഈ മറ്റുള്ളവരുടെ പൈസയും കൂടെ പിടിച്ചോളൂ. അവരുടെ പൈസ തികയില്ലാതെ, പക്ഷെ അതേസമയം ഈ കൊടുത്ത് അവൻ നശിച്ചിരിക്കും. അവൻ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യില്ല, അവരെ ഇതിനെ പഠിച്ചോളും. ഇതാണ് ഇന്നത്തെ കാലം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏലസ് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് മന്ത്രവാദത്തിൻ്റെ ആയിട്ടുള്ള ഏലസല്ലേ. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞാൻ ഈ ഏലസ് பயன்படுത്താൻ പറ്റില്ല. பயன்படுത്തിയാലും അത് പവർ കിട്ടില്ല. ഞാൻ ചെയ്യുന്ന ഏലസ് എന്ന് പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷം നിങ്ങളെ ഏക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഏലസ് ഞാൻ കൊടുക്കുന്നത്. അതിലൊരു കാര്യമുണ്ട്. ഈ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനൊക്കെ ഈ ഇതിൽ കേൾക്കണമെങ്കിൽ, സ്വർണ്ണപ്പണിക്കാരാണ് കേൾക്കണമെങ്കിൽ സ്വർണ്ണപ്പണിക്കാർക്ക് അറിയാം പഞ്ചലോകത്തായിട്ട് ചെയ്യാം. കാര്യം മറ്റുള്ളവർ ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്ക്, സാധാരണ ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സമ അളവ് ചേർക്കണം ഇല്ലയെന്ന് നമുക്കറിയില്ല, നമുക്ക് വിശ്വാസം കുറവാണ്. കാര്യം മിക്കവാറുള്ളവർ ഈ സ്വർണ്ണം നമ്മൾ പൈസയൊക്കെ തരും, പൈസ കൊടുത്ത് എല്ലാം വാങ്ങും. പക്ഷേ ഈ സ്വർണ്ണം കൂടുതൽ പൈസ വയ്ക്കുന്നത് കൊണ്ട് അവരുടെ സ്വർണ്ണത്തിൽ കുറച്ചേ ചേർക്കുള്ളൂ. അങ്ങനെ കുറച്ച് ചേർത്താൽ ഈ ചെയ്യുന്ന പണിക്കാരനൊക്കെ കുറ്റം വരും, ഈ ഇട്ടയ്ക്കുന്ന ആൾക്കും കുറ്റം വരും. കുറച്ച് ചേർത്താൽ ഈ ചെയ്യുന്ന പണിക്കാരനും കൂടെ കുറ്റം വരും, അത് വേറൊരു സത്യം. പക്ഷേ കുറവ് വരും. അതുപോലെ ഈ ഇട്ടയ്ക്കുന്നവർക്കും കുറവുണ്ടാകും. അതുകൊണ്ട് ഈ പഞ്ചലോകത്തായി ഏലസ് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ഈ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ പഞ്ചലോക ഏലസ് എടുക്കുക. അതിൽ ഞാൻ പറയുന്ന ഈ 5 ഐറ്റം മാത്രമേ ചേർക്കാവൂ, വേറെ ഒന്നും ചേർക്കരുത്, വേറെ ഒരു ഐറ്റം ചേർക്കരുത്. അതിൽ ഈ 5 ഐറ്റം എന്ന് പറയുന്നത്, ഒന്ന് നാഗം എന്ന് പറഞ്ഞ് വാങ്ങി, വേറെ ഒന്നും വേണ്ട, ഈയമെല്ലാം അതിൽ ചേർത്ത് കളയരുത്. പഞ്ചലോകത്തിൽ ചേർക്കേണ്ടത് നാഗമാണ്. ഒന്ന് നാഗം ചേർക്കുക, ഒന്ന് പ്യുവർ ചെമ്പ് ചേർക്കുക. ഇതെല്ലാം പ്യുവർ ആയിരിക്കണം. പ്യുവർ നാഗം, പ്യുവർ ചെമ്പ്. അത് നിങ്ങൾ സ്വർണ്ണപ്പണിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങാൻ, നിങ്ങൾക്ക് പിന്നെ നമ്മളെപ്പോലെ ആൾക്കാരെയാണ് അവർ രക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഈ വലിയ സ്വർണ്ണം വാങ്ങിച്ചാൽ മതി. അല്ലാതെ അറിഞ്ഞുകൂടാത്തവർ പോയി പിന്നെ ഈ ചെമ്പ് പഞ്ചലോക ഏലസ് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് അറിഞ്ഞുകൂടില്ല. പക്ഷേ പവർ ഏറ്റവും കൂടുതൽ പഞ്ചലോക ഏലസിനാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്നത്, ഈ കൂട്ട് 5 പഞ്ചലോക പിന്നെ തായത്ത് ചെയ്യുന്ന കൂട്ടെന്ന് പറയുന്നത്, ചെയ്യാനുള്ള കൂട്ടെന്ന് പറയുന്നത്, ഒന്ന് പിന്നെ പ്യുവർ നാഗം എന്ന് പറഞ്ഞ് ഒരു ലോകമുണ്ട്. ആ ലോകം ഇപ്പോൾ വരവില്ല, നേരത്തെ കിട്ടിക്കൊണ്ടത്. നാഗത്തകട് ഇഷ്ടം പോലെ നേരത്തെ നാഗത്തകടായിരുന്നു ഇവിടെ നമ്മളെ ഇന്ത്യയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോൾ നാഗത്തകന്മാർ പിന്നെ അലായിട്ട് മാറ്റി വേറെ രീതിയിൽ അവർ കൊണ്ടുപോയി. അത് വേറെ നാഗം ശരിക്കുള്ള നാഗം ഇപ്പോൾ കിട്ടാറില്ല. അപ്പോൾ നാഗമാണ് വേണ്ടത്. നാഗം എന്ന് പറയുന്നത് എന്നാണ്, നിങ്ങൾക്ക് ശരിക്കുള്ള നാഗം കിട്ടിയില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ എന്താ പറയുന്നത്, പണ്ടത്തെ ടെലിഫോൺ പോസ്റ്ററല്ല, അത് ഒറിജിനൽ നാഗമാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നല്ല നാഗം എന്ന് പറഞ്ഞാൽ പ്യുവർ നാഗമല്ല, നാഗം ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഉള്ള സാധനങ്ങളാണ് നാഗം എന്ന് പറയുന്നത്. ഇപ്പോഴും പോസ്റ്റുകളിൽ ഇപ്പോഴത്തെ ഈ വലിയ ഇതിലൊക്കെ നാഗത്തിലാണ് ചെയ്യുന്നത്. കാര്യം അവർക്ക് മനസ്സിലായി നാഗത്തിൻ്റെ ഗുണം. നാഗം ദ്രവിക്കില്ല, വേറെ ഒന്നും ചെയ്യില്ല, എവിടെ കിടന്നാലും അത് അങ്ങനെ കിടക്കും. സ്വർണ്ണം കണക്ക് ഒരു ലോകമാണ് ഈ നാഗം എന്ന് പറയുന്നത്. നാഗത്തിന് ഒരു കേടും ഉണ്ടാവില്ല. ഇരിക്കുന്നത് അത് സ്വർണം പോലും കറുക്കും, വെള്ളി പോലും കറുക്കും. പക്ഷെ നാഗം എന്ന് കണ്ടോ അതേ കണക്കിരിക്കും, ആ കളർ പോലും മങ്ങില്ല. അതാണ് നാഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ചേർക്കേണ്ടത് നാഗം ഒന്ന്. രണ്ടാമത് ഒന്ന് നാഗം ചേർക്കുക, പ്യുവർ പിന്നെ ചെമ്പ് ചേർക്കുക, പ്യുവർ പിച്ചള, പ്യുവർ നാഗം, പ്യുവർ ചെമ്പ്, പ്യുവർ പിച്ചള, പിന്നെ തങ്കം, പ്യുവർ തങ്കം, എല്ലാം പ്യുവർ തന്നെ ചേർക്കണം. പിന്നെ മൂസുവെല്ലി, അത് പ്യുവർ വെള്ളി, മൂസുവെല്ലി, ഇങ്ങനെ 5 ഐറ്റം കൂടെ ചേർക്കുക. എല്ലാം 6.5 ഗ്രാം. അപ്പോൾ 2.5 ഗ്രാമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
എല്ലാം 1/2 ഗ്രാം എടുക്കണമെങ്കിൽ കൃത്യം 1/2 ഗ്രാമായിരിക്കണം. 1/2 ഗ്രാമിൽ ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ചെയ്തത് സമ അളവ് വേണം. അളവിൽ മാത്രം പ്രധാനമാണ്. അളവിൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലും പിന്നെ അളവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിലെ ഒരു പവർ, ഇതിൻ്റെ പവർക്ക് വ്യത്യാസമാണ്. അളവ് സമ അളവ് കൊണ്ടുവരണം. ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ 1/2 ഗ്രാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം 1/2 ഗ്രാം കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാത്തിലും കൂടെ പിന്നെ ഇത് കുറയും കൂടും, അത് പിന്നെ ചെയ്തു വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് വിഷയമല്ല. ചേർക്കുന്നത്, നിങ്ങൾ ചേർവ കൃത്യ അളവ് അറിയണം. എല്ലാം ഒരു 1/2 ഗ്രാം എടുക്കുന്ന 1/2 ഗ്രാമിൽ ശകലം കൂടുതൽ എടുക്കണമെങ്കിൽ അതേ കണക്ക് എല്ലാത്തിലും ശകലം കൂടുതൽ, അല്ലെങ്കിൽ ശകലം കുറച്ച് 1/2 ഗ്രാമാണ്. 1/2 ഗ്രാം സമ അളവ്, എല്ലാം സമ അളവായിരിക്കണം. സമ അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറയോ ഒന്ന് കൂടുകയോ ചെയ്താൽ അത് ചെയ്തിട്ട് ഏതൊരു പ്രയോജനവും ഇല്ലാതാണ്. ഇതാണ് പഞ്ചലോക പിന്നെ ഏലസ് ചെയ്യാനുള്ള രീതി. അത് നിങ്ങൾ പണിക്കാർ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോലെ. അല്ല സാധാരണക്കാരായ നമ്മൾ ഈ പണിക്കാരല്ലാത്തവർ നിങ്ങൾ പഞ്ചലോകത്തായത്തിന് അന്വേഷിച്ച് പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വാങ്ങിച്ചിട്ട് പ്രയോജനം ഉണ്ടാകില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കും, വാങ്ങിക്കും, പൈസ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാണ്. പക്ഷേ ഉണ്ടാക്കുന്നത് ഈ സമ അളവ് വരില്ല, ഏറ്റക്കുറവുണ്ടാകും. ഏറ്റക്കുറവ് ഉണ്ടാകുന്നെങ്കിൽ പിന്നെ നമുക്ക് അത് പിന്നെ നമ്മളതിൽ ചെയ്തിട്ട് ഉപയോഗമുള്ളതായിപ്പോൾ. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഞ്ചലോകത്തായത്തെ നമ്മൾ എടുക്കാവൂ. സമ അളവ് എല്ലാത്തിലും കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഏലസ് നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഉപയോഗമുള്ളൂ. അത് പഞ്ചലോകത്തായിട്ടില്ല. പഞ്ചലോകത്തായിട്ട് അത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളവർക്ക് അത് കിട്ടില്ല, ആ രീതിയിൽ ചെയ്ത് തരൂല. എന്തെങ്കിലും ഒന്ന് കുറവ് കൂടുതൽ വരും, പിന്നെ നമുക്ക് ഇവിടെ കിടന്ന് നമുക്ക് അതിൻ്റെ പിറകെ നടക്കണം. അത് വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്വർണ്ണം വാങ്ങിക്കുക, അതല്ലെങ്കിൽ പിന്നെ വെള്ളി വാങ്ങിക്കുക. ഇതിൽ രണ്ടിലെ ഏതെങ്കിലും ഒരു കൂട്. നിങ്ങൾക്ക് മനസ്സിലായി? വെള്ളി വാങ്ങുന്നവർ വെള്ളി വാങ്ങുക, സ്വർണ്ണം വാങ്ങിക്കുക. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ ഒരു നിവൃത്തി ഇല്ലാത്തവർ മാത്രം വെള്ളി വാങ്ങുക. വെള്ളി വാങ്ങാനേ പൈസ ഉള്ളൂ, സ്വർണ്ണം വാങ്ങാനുള്ള നിവൃത്തി ഇല്ല അങ്ങനെയുള്ളവർ മാത്രം വെള്ളി വാങ്ങുക. എന്നാൽ സ്വർണ്ണം വാങ്ങിക്കാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വെള്ളിയിലേക്ക് പോകരുത്. നിങ്ങൾ സ്റ്റാൻഡേർഡ് കുറച്ചല്ലരുത്. അവിടെ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഈ ഏത് ലോകത്ത് ചേർക്കുമോ അതനുസരിച്ചുള്ള പവർ ഇതിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഏതിലടച്ച് കൊടുത്താലും എൻ്റെ ഈ പൂജക്കാശ് മാത്രമേ ഞാൻ 2500 രൂപ വാങ്ങുള്ളൂ, വേറെ വാങ്ങുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ പവർ ഓരോന്നും ഓരോ പവറുണ്ട്. വെള്ളി ഇടുന്നവർ വെള്ളിയിലിടുക, വെള്ളിയെ വാങ്ങിക്കാൻ കഴിയുന്നുള്ളവർ. ഞാൻ പറയുന്നത് അങ്ങനെ പറയുള്ളൂ. വെള്ളി വാങ്ങിക്കാൻ കഴിയുള്ളൂ. സ്വർണ്ണം വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളിയിലാണ് ഇടുന്നതെങ്കിൽ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ സ്വർണ്ണത്തിലെ ഒരു ഏലസ് വാങ്ങിച്ചുകൊണ്ട് വരാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരും. ഈ ലോകത്തിൻ്റെ ഉള്ള വ്യത്യാസം ഈ അവസരത്തിന് ഇതന്നെ ഉണ്ട്. ഈ നമ്മൾ അടച്ചു കൊടുക്കുന്ന മൂല്യമൊക്കെയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇത് മേശമ എല്ലാവരും സ്വർണം തന്നെ വാങ്ങിക്കാൻ നോക്കുക. കാര്യം മേശമ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നന്നായിരിക്കുന്നവരാണ്. നമ്മൾ നന്നായിരിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ മേശമ സ്വർണ്ണത്തിലേക്ക് പോവുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ സ്വർണ്ണം ഇട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഏലസ് വാങ്ങിച്ചുകൊണ്ട് വരരുത്. പിന്നെ നിങ്ങൾ കുറഞ്ഞ ആളായി കളയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്വർണം വാങ്ങാൻ കഴിയുന്നവർ സ്വർണം തന്നെ കൊണ്ടുവരും. ഇതിലൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ അടയ്ക്കുന്നതിലെല്ലാം ഒരേ ഇത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മേശമ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വർണ്ണം വാങ്ങാൻ കഴിവുള്ളവർ സ്വർണ്ണം വാങ്ങിച്ചുകൊണ്ട് വരിക. പിന്നെ പഞ്ചലോക ഏലസ് ഉണ്ടാക്കുന്നവർ പഞ്ചലോക ഏലസ് കൊണ്ടുവരിക. അവർക്ക് പഞ്ചലോക ഏലസിൽ വിട്ടാൽ നല്ല പവറായിരിക്കും. ഉണ്ടാക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ ഇത് കൃത്യമാകുള്ളൂ. അല്ലാതെ എവണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം ആരായാലും ശരി തന്നെ അവർ ഏതിലെങ്കിലും ഒന്ന് കുറവ് കൂടുതൽ ഉണ്ടാക്കും, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവസാനം ഇവിടെ വേല ചെയ്യും തിരിച്ച്. ഈ ഈ ഈ ഈ മൂലികയ്ക്ക് ഈ മരുന്നിന് അതൊരു പ്രത്യേകതയുണ്ട്. ഏത് ലോകമാണ് കൂടുതലിരിക്കുന്നത് അങ്ങോട്ട് പോകും, കുറഞ്ഞ ഏതാണിരിക്കുന്നത് അത് ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് പഞ്ചലോകത്തിൽ ചേർക്കുമ്പോൾ നിങ്ങളെല്ലാവരും നോക്കി സ്വന്തമായിട്ട് ചെയ്യുന്നവർ മാത്രം പഞ്ചലോകം ഉണ്ടായിക്കൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം സാധാരണ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ സാധാരണ മേശമുള്ളവർ വെള്ളി തീരെ നിവർത്തിയില്ല, വെള്ളിയെ വാങ്ങിക്കാൻ പിന്നെ നിവർത്തി ഉള്ളെങ്കിൽ വെള്ളി വാങ്ങിച്ചു മതി, കുഴപ്പമില്ല. പക്ഷേ സ്വർണ്ണം വാങ്ങിക്കാൻ കഴിയുന്നവർ മേശം സ്വർണ്ണം തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും, സ്വർണ്ണ ഏലസ് തന്നെ വാങ്ങിച്ചു മതി. കാരണം അത് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ സ്റ്റാറ്റസാണ്. അത് ഒരിക്കലും നമ്മൾ ഈ ചെയ്യുന്നതിലേ വിട്ടുകൊടുക്കരുത്. കാര്യം നിങ്ങൾ പിന്നെ ഈ സ്വർണ്ണം ഇടാൻ ഭാഗ്യമുള്ളവർ വെള്ളി വാങ്ങിച്ചുകൊണ്ടാൽ പിന്നെ വീണ്ടും നിങ്ങൾ താഴോട്ടാണ് പോകുന്നത്. അതൊരിക്കലും പാടില്ല.
ഞാൻ ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ഇത് നിങ്ങളാരെയും പഠിക്കാനും ധരിക്കാനും ഉള്ള ഇതില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലായിരിക്കണം അതനുസരിച്ച് നിങ്ങൾ സാധനം കൊണ്ടുവരും, കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കൊണ്ടുവരി. ഞാൻ അടച്ചു കൊടുക്കുന്ന കൂലി മാത്രമേ ഈ പൂജ ചാർജ് 2500 രൂപ മാത്രമേ വാങ്ങുള്ളൂ. വേറെ അതൊന്നും അത് അതിനെ കൂടുതൽ എനിക്കിപ്പോൾ ഇപ്പോൾ വാങ്ങരുതില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കൂട്ടി നോക്കിയപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ കൊടുക്കും. അതല്ലാതെ വേറെ എഴുത്ത് വരച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ആളൊന്നുമില്ല. ഇത് ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതല്ല. ഒന്ന്. രണ്ടാമത്, ദയവ് ചെയ്ത് എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും അയച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അയച്ചു തരില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും കിട്ടില്ല, ഞാൻ തരില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് നന്നായിരിക്കണമെന്നുള്ളത്. അപ്പം നിങ്ങൾ അതുപോലെ മെനക്കെടാൻ വയ്യെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നന്മയുണ്ടാകും? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് എൻ്റെ പരദേവത, ഞാനല്ല ചെയ്തു തരുന്നത്, ആ പരദേവതയുടെ ശക്തിയുടെ പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു പത്തൻ മാത്രമാണ്. സാധാരണ മനുഷ്യൻ ഒരു പത്തൻ. എൻ്റെ അമ്മയെ ഞാൻ ഹൃദയം നിറച്ച് വിശ്വസിക്കുന്നു. അതനുസരിച്ച് അവരെന്ത് പറയുന്നോ അത് പ്രവർത്തിക്കുന്ന ഒരു ഭക്തൻ മാത്രമാണ് ഞാൻ. സ്വാമിയോ ഭൂതമോ ഒന്നുമില്ല. ഞങ്ങളിവിടെ ഗ്രീൻ കുരിയും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് അയച്ചു തരുന്നത് അത് ബിസിനസ്സുകാരനാണ്. നിങ്ങൾ നന്നായിരിക്കണോ, നിങ്ങൾ നേരിട്ട് വരിക. അത് ഞാൻ പറയുന്ന സമയത്ത് വരണം കേട്ടോ. ഇപ്പോഴേക്കും ഞാൻ ഈ സമയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആൾ കൂടുതൽ പറയുകയാണെങ്കിൽ സമയം മാറ്റാം. അപ്പോഴും ഞങ്ങൾ ഈ വാട്സപ്പിൽ ഫോൺ വിളിക്കരുത്. നിങ്ങൾ ദയവേത് ഫോൺ നമ്പർ തരും, അഡ്രസ്സും ഫോൺ നമ്പറും തരും. പക്ഷേ ഫോൺ വിളിക്കരുത്, നിങ്ങൾ വാട്സപ്പ് വിളിക്കുക. വാട്സപ്പിൽ വിളിക്കരുത്, വോയിസ് മെസ്സേജ് ഇട്ടേക്കുക. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മാത്രം ഇട്ടാൽ മതി. എനിക്ക് ടൈമുള്ള സമയത്ത്, എനിക്ക് വൈകുന്നേരമൊക്കെയാണ് സമയം കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് സമയത്താണ് ആ സമയമുള്ളത് ഞാൻ നിങ്ങളെ എല്ലാ വാട്സപ്പും നോക്കിയിട്ട് റിപ്ലൈ തരും. നിങ്ങൾക്ക് മനസ്സിലായി? അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ വാട്സപ്പിൽ വോയിസ് കോൾ അയച്ചെടുക്കുക. വോയിസ് കോൾ അയച്ചാൽ മാത്രം മതി. വേറെ ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തരുത്. വിളിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ നമ്പർ കൊടുക്കുന്നതുകൊണ്ട് ചില ആൾക്കാരെ എടുത്ത് വെച്ച് വിളിക്കുകയാണ്. വിളിച്ച് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർ മാത്രം എന്നെ വിളിക്കുക. എന്നെ വിളിക്കേണ്ട. വോയിസിൽ ഇത് ചെയ്താൽ മതി. വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ചുമ്മാ എടുത്ത് വെച്ചിട്ട് നമ്പർ കണ്ടാൽ ഉടനെ എടുത്ത് വിളിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ എടുക്കില്ല. ദയവ് ചെയ്ത് ചിലപ്പോൾ സമയത്തിന് ഞാൻ എന്തെങ്കിലും നല്ലത് ഇത് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അവർ നിസ്സാര കാര്യത്തിന് വിളിക്കും. ദയവ് ചെയ്ത് അങ്ങനെ വിളിക്കരുത്. നിങ്ങൾ സകലെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വിളിക്കുക. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മാത്രം ചെയ്യുക. തീരെ ഇതായി കളയരുത്. ശരി, എനിക്ക് വേറെ ഈ കുറച്ച് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, അവർ വിചാരിക്കുന്നത് ഒരു നമ്പർ കൊടുത്തയക്കുന്നില്ല പിന്നെ എന്താവാം എന്നുള്ള ഒരു ഇതാണ്. അവർ വിളിച്ചാൽ നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുത്തയക്കുന്നത് ഈ വാട്സപ്പിൽ വോയിസ് കോൾ ഇടാൻ മാത്രമാണ് നമ്പർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മാത്രം ചെയ്യാനുള്ള ഉദ്ദേശിച്ചതിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കോൾ വിളിക്കരുതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ എന്നാലും ആൾക്കാർ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് കോൾ വിളിക്കരുത്. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് മാത്രം അയക്കുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ആവശ്യം എന്ന് പറഞ്ഞാൽ വേറെ ആവശ്യത്തിനൊന്നും ഞാൻ കൊടുക്കില്ല. നിങ്ങൾ പറയും പോലെ ഈ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുമെന്നുള്ളത് ആരും വിശ്വസിക്കേണ്ട. അങ്ങനെ ആരും വിചാരിക്കുകയും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർ എന്തെങ്കിലും ഏവല് വലിയ സൂര്യയൊക്കെ വെച്ച് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ, നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പിശാച് കൂടുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ധരിക്കാം. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ ഏക്കാതെ ഇരിക്കാനുള്ള മാത്രമേ ഞാൻ ചെയ്തു തരണുള്ളൂ. അല്ലാതെ വേറെ ഒന്നും എന്നെ വിളിച്ച് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമേ ഇല്ല. ചോദിച്ചാലും ഞാൻ ഒന്നും തരയും പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ അതനുസരിച്ച് വേറെ ഒരു രീതിയിലും ഞാൻ ഇത് പ്രവർത്തിക്കില്ല. ഞാൻ എന്നെ സത്യസന്ധമായിട്ട് ജീവിക്കണം. ഇത് എന്തിനാണ് ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവാണ് ഇതൊക്കെ നമ്മളടുത്ത് ഇത് ചെയ്ത് കണ്ടതിന് ശേഷമാണ് ഞാൻ അതിലൊന്ന് രക്ഷപ്പെട്ടു വന്നത്. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചത് മറ്റുള്ളവർ അനുഭവിക്കരുത്. കാര്യം ഇത് വലിയ ഒരു കേസാണ്. ആദ്യം മന്ത്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളം പറ്റിപ്പ് ചെയ്ത് ജീവിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പറ്റിച്ച് ജീവിക്കണമെന്ന് പറ്റിച്ച് ജീവിക്കില്ല, അത് വേറൊരു സത്യം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ മന്ത്രവാദത്തിൽ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് ഏക്കാതെ ഇരിക്കുന്നത് മാത്രം കൊടുക്കുന്നത് നല്ലതാണ്. എന്നെ സംബന്ധിച്ചുള്ളത് അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ
പിന്നെ അവൻ്റെ ജീവിതം അവനക്ക് ജീവിക്കണ്ടേ, അത് അതിനുള്ള അവകാശം അവനുണ്ട്, മനുഷ്യനാണായാലും പെണ്ണായാലും. പക്ഷേ അതിനെ മറ്റുള്ളവർ കെടുക്കണമെന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലല്ലോ, അത് അനീതിയില്ലേ. ആ അനീതിക്കെതിരെ നമ്മൾ പോരാടണം. നിങ്ങൾക്ക് മനസ്സിലായി? ഇതിന് മാത്രമേ ഈ ഏലസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ ഇങ്ങനെ ഉള്ള ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ എനിക്ക് മറ്റേ അത് നടക്കണം ഇത് നടക്കണം എന്നത് നടക്കാതിരിക്കണം അത് നടക്കണം ഇതെല്ലാം ഈ പറഞ്ഞാൽ വേറെ ഉള്ള രീതിയിൽ ഞാൻ ഏലസ് തരില്ല. ഇത് നിങ്ങളെ സമയം പിന്നെ നിങ്ങൾ ഈ ഏലസ് ഇട്ടതിന് ശേഷം നിങ്ങളെ സമയത്തിന് എന്തൊക്കെ നിങ്ങൾ ചിലപ്പോൾ വളരാനുള്ളത് പണക്കാരനാകാൻ പറ്റുമെങ്കിൽ പണക്കാരനാകാൻ കിട്ടാം. നിങ്ങളെ സമയത്തിൽ നിങ്ങൾ ജീവിക്കാൻ വെച്ചാണ് മറ്റുള്ളവന്മാർ അടിച്ചു മാറ്റി ജീവിക്കുന്നത്, ഈ കെടുതൽ ചെയ്യുന്നവന്മാർ. അപ്പോൾ ഇത് വന്നതിന് ശേഷം ചില സമയത്തൊക്കെ നിങ്ങൾക്ക് എന്താണ് വിധിച്ചിട്ടുള്ളത് കിട്ടും. അവിടെ നിങ്ങൾ നല്ല രീതിയിലും ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. കാര്യം നല്ല രീതിയിലാവാനുള്ള സാധ്യത ഇത് ഉപയോഗിച്ചാൽ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവന്മാരുടെ ഇതില്ല, പ്രാകൃതികളൊക്കെ നമുക്ക് മാറില്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടും. പക്ഷെ അടുത്തവന് വശീകരിക്കണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ എന്നെ വിളിക്കരുത്, എന്നെ ബന്ധപ്പെടരുത്. അതിന് വേണ്ടിയുള്ള ഈ ഏലസോ ഒന്നും കൊടുക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കൊടുക്കണ ഏലസെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പിന്നെ എന്തെങ്കിലും ഏവൽ വില്ലി ചെയ്ത് പിന്നെ നിങ്ങളെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകും. അത് എല്ലാവർക്കും ബോധ്യം ഉണ്ടാകും. മറ്റുള്ളവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്കിത് ബുദ്ധിമുട്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും ഇവരെന്ത് ചെയ്യും? ഇവർ പോയി എന്തെങ്കിലും ആളുകളെടുത്ത് പോയി ചോദിച്ചാൽ അവർ ഒന്നും ചെയ്തു തരില്ല. അത് വേറൊരു സത്യം, മനസ്സിലായില്ലേ? ഇത് ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ മാന്ത്രികവാദി എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ എന്തിനാണ് ഈ മറ്റുള്ളവരുടെ കുടുംബത്തെ കെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ അവർ ഇത് ചെയ്യുന്നവർക്ക് തിരിച്ചു ഒരു കാലത്ത് ചെല്ലും. വലിയ മന്ത്രവാദിയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ പൊട്ടനായിട്ടും മറ്റവനായിട്ടും മരിച്ചവനായിട്ടാണ് ജനിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒന്നിനും ആ ശാപം വിട്ട് മാറിയിട്ടില്ല. മറ്റുള്ളവരെ തുറവച്ചതിൻ്റെ ശാപം മാറി. അത് ഞാൻ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പണ്ടുള്ള മന്ത്രവാദികൾ ചത്തതിന് ശേഷം ആ കുടുംബം നാശാവശ്യം പോയിട്ടുണ്ട്. കുറച്ചില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവരെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരുത്തനെ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും അവരെ ഒന്നു ചേർക്കണമെന്ന് മന്ത്രവാദം ചെയ്തുകൂടാ. എല്ലാവരും പറയും ഐശി പിടിക്കും, അത് പിടിക്കും, ഇത് പിടിക്കും, ഭാര്യ ഭർത്താക്കാരൻ ഒന്ന് ഒത്തു വരും, ഇതവൻ്റെ മോഹം മയക്കം ഇവിടെ എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവ് വേറെ ആരെ ചെയ്താലും ഭാര്യ ഭർത്താവ് ചെയ്യരുത്. ഭാര്യയായി ഭർത്താവിന് ചിത്രം ചെയ്യരുത്, ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്യരുത്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ചിത്രം ചെയ്ത് ജീവിക്കാനുള്ളവരല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കുന്നതാണ് അവസാന കാലം വരെ നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാതെ നമുക്ക് ഇപ്പോഴത്തേക്ക് സ്വാർത്ഥതയ്ക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല കൈവശം അല്ലെങ്കിൽ കത്തിരിക്ക വശമൊക്കെ കൊടുത്ത് ആ ആളിനെ ഇങ്ങോട്ട് കരച്ച് നമുക്ക് കൈവശം കരുതി പറ്റിക്കളയാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് ദിവസം നിൽക്കും. അവസാനം ഈ കൈവശം കൊടുത്തവർ ഈ കിടക്കയിൽ എത്ര വർഷക്കണക്കിന് കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അത് പിന്നെ സ്വന്തം കാര്യം പോലും നോക്കൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ കിടന്ന് നറങ്ങണവർ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ചാവാതെ. അതെല്ലാം അങ്ങനെയൊക്കെ ഉള്ളത് സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തിന് ചിത്രം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ അനുഭവിച്ചേ ചാവുള്ളൂ. അത് വേറൊരു സത്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പോണ പോക്കളം മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ട് കൊടുക്കണില്ല. നമ്മൾ എല്ലാവർക്കും മരണം ഒരു ദിവസം ഉള്ളതാണ്. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടത് തന്നെ. പക്ഷേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണമെങ്കിൽ പോകുന്ന പോക്കളെ മരിക്കണം. ഇനി എളിച്ച് നടന്ന് നമ്മൾ ജീവിച്ചൊരിക്കലും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കണം. ആരോഗ്യത്തോടെ തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഒരു ദിവസം മാത്രം മരണത്തിന് ഒരു ദിവസം വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് കുഴപ്പമില്ല, പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അല്ലാതെ ഈ പറഞ്ഞാനങ്ങനെ കിടന്ന് ഇലുത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അതെല്ലാം ചെയ്യുന്നത് ഈ പറഞ്ഞാനങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യരുത്. നിങ്ങൾക്ക് അവസാന കാലത്ത് കൂട്ടു നിൽക്കണോ? നിങ്ങൾക്ക് അവസാന കാലം നമ്മൾ ഒരു കുടുംബം എന്ന് പറയുന്നത് ആപതമുള്ള കാലത്ത് കൂടാനല്ല, ആപതയില്ലാത്ത കാലത്ത് നമ്മളെ സഹായിക്കാനാണ് ഈ പറയുന്ന നമ്മൾക്ക് ഭാര്യ ഭർത്താക്കന്മാർ. ചില ഉപ്പമ്മ അമ്മമ്മമാർ മരണം പോലും പിരിക്കില്ല. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെ മറ്റേ രണ്ടുപേരും കൂടെ മരിക്കും. അങ്ങനെ അവരൊക്കെ ആത്മാർത്ഥ സ്നേഹമാണ്. ഈ ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ടേ, ഒരു ചിത്രം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ ഭംഗിയായിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
അതുകൊണ്ട് ആത്മാർത്ഥത ജീവിക്കുന്നവർക്ക് സൂത്രം വേണ്ട. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് പോലും ഞാൻ സൂത്രം ചെയ്തു കൊടുക്കില്ല. നിങ്ങൾക്ക് ഏതും ഏക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്കുള്ള ശരീരരക്ഷ താഴത്ത് നമ്മൾ ശരീര രക്ഷയ്ക്ക് മാത്രമാണ് ഈ ഏലസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഇല്ല വിളിക്കേണ്ട, ഈ പിന്നെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് കൊടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഞങ്ങൾ വന്നതേ വാങ്ങിക്കണം, ഞങ്ങൾ അയച്ചു തരില്ല. ദയവ് ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ വന്നാൽ മാത്രമേ ഇത് ഞാൻ ചെയ്തു തരുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളെ വന്ന് നിങ്ങളെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടതാണ്. അനുഗ്രഹം വാങ്ങിച്ച് ഇവിടെ തന്നെ ധരിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനിയിപ്പം ഒരുപാട് സമയമായി. നന്ദി. ഈ വീഡിയോ നമ്മൾ നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.